നമസ്കാരം. ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ. ലോക ഉപഭോക്തൃ അവകാശ ദിനം മാർച്ച് 15. ലോക ഉപഭോക്തൃ അവകാശ ദിനം മാർച്ച് 15. ദേശീയ ഉപഭോക്തൃ ദിനം ഡിസംബർ 24. ദേശീയ ഉപഭോക്തൃ ദിനം ഡിസംബർ 24. 1986 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ നിലവിൽ വന്നത് 1988. പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി. 1986 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ നിലവിൽ വന്നത് 1988. പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി. ആസ്ഥാനം ന്യൂഡൽഹി. ആസ്ഥാനം ന്യൂഡൽഹി. ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ അധ്യക്ഷന്റെ കാലാവധി 5 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. റിട്ടയർഡ് അല്ലെങ്കിൽ സേവനത്തിലുള്ള സുപ്രീം കോടതി ജഡ്ജ്. ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ അധ്യക്ഷന്റെ കാലാവധി 5 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. ആദ്യ അധ്യക്ഷൻ വി ബാലകൃഷ്ണ ഏരഡി. ആദ്യ അധ്യക്ഷൻ വി ബാലകൃഷ്ണ ഏരഡി. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 നിലവിൽ വന്നത് 2020 ജൂലൈ 20. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 നിലവിൽ വന്നത് 2020 ജൂലൈ 20. സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി നിലവിൽ വന്നത് 2020 ജൂലൈ 24. സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി നിലവിൽ വന്നത് 2020 ജൂലൈ 24. ചീഫ് കമ്മീഷണറെയും മറ്റു കമ്മീഷണർമാരെയും നിയമിക്കുന്നതും പിരിച്ചുവിടുന്നതും കേന്ദ്ര സർക്കാർ. ചീഫ് കമ്മീഷണറെയും മറ്റു കമ്മീഷണർമാരെയും നിയമിക്കുന്നതും പിരിച്ചുവിടുന്നതും കേന്ദ്ര സർക്കാർ. 2 കോടിക്ക് മുകളിലുള്ള തർക്കങ്ങൾ പരിഹരിക്കുന്നത് ദേശീയ ഉപഭോക്തൃ കോടതി. 2 കോടിക്ക് മുകളിലുള്ള തർക്കങ്ങൾ പരിഹരിക്കുന്നത് ദേശീയ ഉപഭോക്തൃ കോടതി. 50 ലക്ഷം മുതൽ 2 കോടി വരെ സംസ്ഥാന ഉപഭോക്തൃ കോടതി. 50 ലക്ഷം മുതൽ 2 കോടി വരെ സംസ്ഥാന ഉപഭോക്തൃ കോടതി. 50 ലക്ഷം വരെ ജില്ലാ ഉപഭോക്തൃ കോടതി. 50 ലക്ഷം വരെ ജില്ലാ ഉപഭോക്തൃ കോടതി. ദേശീയ സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ അംഗസംഖ്യ പ്രസിഡന്റും 4ൽ കുറയാത്ത അംഗങ്ങളും. ദേശീയ സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ അംഗസംഖ്യ പ്രസിഡന്റും 4ൽ കുറയാത്ത അംഗങ്ങളും. ലോക്പാൽ ബിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2014 ജനുവരി 14. പ്രണബ് മുഖർജി. ലോക്പാൽ ബിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2014 ജനുവരി 14. ലോക്പാൽ ആൻഡ് ലോകായുക്താസ് ആക്ട് 2013 നിലവിൽ വന്നത് 2014 ജനുവരി 16. ലോക്പാൽ ആൻഡ് ലോകായുക്താസ് ആക്ട് 2013 നിലവിൽ വന്നത് 2014 ജനുവരി 16. ലോക്പാൽ സ്ഥാപിതമായത് 2019 മാർച്ച് 19. ലോക്പാൽ സ്ഥാപിതമായത് 2019 മാർച്ച് 19. ലോക്പാൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് രാഷ്ട്രപതിക്ക്. ലോക്പാൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് രാഷ്ട്രപതിക്ക്. ലോക്പാൽ അംഗമാകുന്നതിനുള്ള കുറഞ്ഞ പ്രായം 45 വയസ്സ്. ലോക്പാൽ അംഗമാകുന്നതിനുള്ള കുറഞ്ഞ പ്രായം 45 വയസ്സ്. അംഗങ്ങളെ നിയമിക്കുന്നത് രാഷ്ട്രപതി. അംഗങ്ങളെ നിയമിക്കുന്നത് രാഷ്ട്രപതി. കാലാവധി 5 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. കാലാവധി 5 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. ലോക്പാൽ സെലക്ഷൻ കമ്മിറ്റി അംഗങ്ങൾ 5 പേർ. പ്രധാനമന്ത്രി, ലോക്സഭ പ്രതിപക്ഷ നേതാവ്, ലോക്സഭ സ്പീക്കർ, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, നിയമവിദഗ്ധൻ. ലോക്പാൽ സെലക്ഷൻ കമ്മിറ്റി അംഗങ്ങൾ 5 പേർ. പ്രധാനമന്ത്രി, ലോക്സഭ പ്രതിപക്ഷ നേതാവ്, ലോക്സഭ സ്പീക്കർ, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, നിയമവിദഗ്ധൻ. ലോക്പാലിന്റെ ആകെ അംഗങ്ങൾ 9. ലോക്പാലിന്റെ ആകെ അംഗങ്ങൾ 9. ആദ്യത്തെ ലോക്പാൽ പിനാക്കി ചന്ദ്രഘോഷ്. ആദ്യത്തെ ലോക്പാൽ പിനാക്കി ചന്ദ്രഘോഷ്. രണ്ടാമത് പ്രദീപ് കുമാർ മെഹന്തി. രണ്ടാമത് പ്രദീപ് കുമാർ മെഹന്തി. ആദ്യമായി ജനലോക്പാൽ അവതരിപ്പിച്ചത് 1968 ശാന്തി ഭൂഷൺ. ആദ്യമായി ജനലോക്പാൽ അവതരിപ്പിച്ചത് 1968 ശാന്തി ഭൂഷൺ. ലോക്പാൽ നടപ്പിലാക്കാൻ 2011 ഡൽഹി ജന്തർ മന്ദറിൽ സത്യാഗ്രഹം നടത്തിയ ഗാന്ധിയൻ അണ്ണാ ഹസാരെ. ലോക്പാൽ നടപ്പിലാക്കാൻ 2011 ഡൽഹി ജന്തർ മന്ദറിൽ സത്യാഗ്രഹം നടത്തിയ ഗാന്ധിയൻ അണ്ണാ ഹസാരെ. സംസ്ഥാനങ്ങളിലെ അഴിമതി തടയുന്നതിന് രൂപീകരിച്ച സംവിധാനം ലോകായുക്ത. സംസ്ഥാനങ്ങളിൽ അഴിമതി തടയുന്നതിന് രൂപീകരിച്ച സംവിധാനം ലോകായുക്ത. കേരള ലോകായുക്ത ആൻഡ് ഉപലോകായുക്ത ആക്ട് രാഷ്ട്രപതി ഒപ്പുവെച്ചത് 1999 മാർച്ച് 4. കേരള ലോകായുക്ത ആൻഡ് ഉപലോകായുക്ത ആക്ട് രാഷ്ട്രപതി ഒപ്പുവെച്ചത് 1999 മാർച്ച് 4. കേരളത്തിൽ ലോകായുക്ത നിയമം നിലവിൽ വന്നത് 1999. കേരളത്തിൽ ലോകായുക്ത നിയമം നിലവിൽ വന്നത് 1999. കേരളത്തിൽ ലോകായുക്ത രൂപം കൊണ്ടത് 1998 നവംബർ 15.
പിന്നീടാണ് നിയമം നിലവിൽ വരുന്നത്. കേരളത്തിൽ ലോകായുക്ത രൂപം കൊണ്ടത് 1998 നവംബർ 15. ആദ്യ കേരള ലോകായുക്ത ജസ്റ്റിസ് പി സി ബാലകൃഷ്ണ മേനോൻ. ആദ്യ കേരള ലോകായുക്ത ജസ്റ്റിസ് പി സി ബാലകൃഷ്ണ മേനോൻ. ലോകായുക്ത നിയമം ആദ്യം പാസാക്കിയത് ഒഡീഷ 1970. ലോകായുക്ത നിയമം ആദ്യം പാസാക്കിയത് ഒഡീഷ 1970. ലോകായുക്ത ആദ്യം നിലവിൽ വന്നത് മഹാരാഷ്ട്ര 1972. ലോകായുക്ത ആദ്യം നിലവിൽ വന്നത് മഹാരാഷ്ട്ര 1972. ലോകായുക്ത ആൻഡ് ഉപലോകായുക്ത ആദ്യം നിലവിൽ വന്നത് മഹാരാഷ്ട്ര. ലോകായുക്ത ആൻഡ് ഉപലോകായുക്ത ആദ്യം നിലവിൽ വന്നത് മഹാരാഷ്ട്ര. ലോകായുക്തയെ നിയമിക്കുന്ന കമ്മിറ്റിയിൽ ആരൊക്കെ ഉണ്ടാവും? മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്, നിയമസഭാ സ്പീക്കർ. ലോകായുക്തയെ നിയമിക്കുന്ന കമ്മിറ്റിയിൽ ആരൊക്കെ ഉണ്ടാവും? മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്, നിയമസഭാ സ്പീക്കർ. ലോകായുക്തയെയും ഉപലോകായുക്തയെയും നിയമിക്കുന്നത് ഗവർണർ. ലോകായുക്തയെയും ഉപലോകായുക്തയെയും നിയമിക്കുന്നത് ഗവർണർ. പിരിച്ചുവിടുന്നത് സംസ്ഥാന നിയമസഭ. പിരിച്ചുവിടുന്നത് സംസ്ഥാന നിയമസഭ. ലോകായുക്ത വാർഷിക റിപ്പോർട്ട് നൽകേണ്ടത് ഗവർണർക്ക്. ലോകായുക്ത വാർഷിക റിപ്പോർട്ട് നൽകേണ്ടത് ഗവർണർക്ക്. പൊതുപ്രവർത്തകർ, ഉദ്യോഗസ്ഥർ എന്നിവർക്കെതിരെയുള്ള കേസുകൾ ലോകായുക്ത പരിഗണിക്കും. പൊതുപ്രവർത്തകർ, ഉദ്യോഗസ്ഥർ എന്നിവർക്കെതിരെയുള്ള കേസുകൾ ലോകായുക്ത പരിഗണിക്കും. കേരള ഉപലോകായുക്തമാരുടെ എണ്ണം 2. കേരള ഉപലോകായുക്തമാരുടെ എണ്ണം 2. താങ്ക് യു.